നാരായണിയെ താഴേക്ക് തള്ളിയിടാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ട് അനൂപും ഹരിതയും കൂടി നടന്നു വരികയാണ്. എന്നിട്ട് അവർ വന്നു കഴിയുമ്പോഴേക്ക് നാരായണി പറയുകയാണ്, ഇനി നിങ്ങളും പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. ആ നേരത്ത് അനൂപിൻ്റെ അമ്മയ്ക്ക് ഒന്നും നടക്കാൻ സാധിച്ചില്ല, നടത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ശേഷം തിരിച്ച് വീട്ടിലെത്തുന്ന അനൂപിൻ്റെ അമ്മ ബാലഗോപാലനമ്മാവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ എന്തെങ്കിലും നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നും നടന്നില്ല, ഒന്നും വിചാരിച്ച പോലെ നടത്താൻ സാധിച്ചില്ല, നല്ലൊരു അവസരമായിരുന്നു, പറഞ്ഞിട്ട് എന്താ കാര്യം, അത് മുതലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ അമ്മ പറയുകയാണ്. അപ്പോൾ അമ്മാവൻ പറയുന്നു, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എന്തൊക്കെയായാലും നമുക്ക് ആ ചരട് കെട്ടാൻ പറ്റിയാലോ, സ്വാമി എന്നെ വിളിച്ചിരുന്നു, അത് ശക്തമായ പ്രാർത്ഥനയിലൂടെയൊക്കെ കെട്ടിയേക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ സ്വാധീനം ചെലുത്താൻ ആ സ്വാമിക്ക് കഴിയും, അത് കയ്യിൽ നിന്നും അഴിഞ്ഞു പോകാതെ നോക്കിയാൽ മാത്രം മതി എന്നൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് അത്രയെങ്കിലും സാധിച്ചല്ലോ എന്ന് ആശ്വസിക്കാം എന്ന് പറയുന്നു. പിന്നെ കൂടുതൽ വിഷമിക്കേണ്ട, ഇനിയും നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ചടങ്ങ് നടക്കാൻ ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ, അതിനു മുമ്പ് നമ്മൾ എങ്ങനെയും അവളെ ഇല്ലാതാക്കും, അതോർത്ത് നീ പേടിക്കേണ്ട ഭാരതി എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ പറയുകയാണ്. കയ്യിൽ ചരട് കെട്ടിക്കൊണ്ട് തന്നെ ഇനി അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാവ് അവളെ ബാധിക്കുമെന്നോ ഒക്കെ ബാധ കയറുമെന്നോ വിചാരിക്കേണ്ട, ആ കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു തൽക്കാലം. പിന്നെ എത്രത്തോളം വിശ്വസിക്കാമെന്ന് പറയാനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പും നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയും ഒട്ടും മോശമൊന്നും ആയിരുന്നില്ല, വളരെ പ്രസിദ്ധനായിരുന്നു. പക്ഷേ അദ്ദേഹം എനിക്ക് കെട്ടിത്തന്ന ആ ചരടും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഈ സ്ഥിതിയിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല, അവളുടെ കാര്യം അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുകയാണ്. ഇനിയും പറയുകയാണ്, എന്തൊക്കെ ആയാലും ശരി, ഹരിതമോളുടെയും അനൂപിൻ്റെയും കല്യാണം നടക്കണം, അതിനു മുമ്പായിട്ട് ഇവളെ എങ്ങനെയും ഒഴിവാക്കണം നാരായണിയെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടക്കില്ല. പിന്നെ മരിച്ചതിന് ശേഷം അവരുടെ കല്യാണം നടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. അതായത് അതിനുശേഷം ഹരിത അറിയുകയാണ് ഇവളെ നാരായണിയെ അനൂപ് വിവാഹം കഴിച്ചു തരുന്നതായിരുന്നു എന്ന് അറിഞ്ഞാൽ പോലും നമ്മൾക്ക് പേടിക്കേണ്ട, എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഉള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ ഹരിതമോൾ ഇത് അറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരവിടുന്ന് സംസാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അനൂപ് വിളിച്ചിട്ട് രഞ്ജൻ വരികയാണ്. അപ്പോൾ എന്താ അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അത് എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റുള്ളൂ, ഞങ്ങളുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടന്നതല്ലാണ്ട് ഇതുവരെ ഞങ്ങൾ നിയമപരമായി ഒരുമിച്ചിട്ടില്ല, അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറയുമ്പോൾ, എന്താ ഉദ്ദേശിച്ച് എപ്പോൾ ചെയ്യാനാണ്? ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. രഞ്ജൻ എത്രയും പെട്ടെന്ന് നാരായണിയും കൊണ്ട് പുറത്ത് പോകാനെന്ന വ്യാജേനെ അവിടെ ചെന്നിട്ട് അവളെയും വിളിച്ചിട്ട് നമുക്ക് തെന്നില്ലാപുരത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ വേണോ? ഞാൻ എന്തും പറഞ്ഞ് വിളിക്കും, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ജോലിയൊക്കെ ഒഴിവാക്കി വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവളിവിടെ ജോലിക്കാരിയൊന്നുമല്ല, അവൾ എൻ്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ സകലമാനം ജോലികളും മുറ്റമൊടിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അന്ത്യമാവുന്ന വരെ അവൾക്ക് ഇത് തന്നെ ജോലി, എൻ്റെ ഭാര്യയാണ്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്നാലും സാരമില്ല, ഇതിപ്പോൾ നമ്മുടെ ആവശ്യമാണ്. രഞ്ജൻ അവളുടെ ഭർത്താവാണ് എല്ലാവരുടെയും മുമ്പിൽ, അതുകൊണ്ട് തന്നെ വളരെ അധികാരപൂർവ്വം തന്നെ അവളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്, ഞാൻ പുറകെ വന്നേക്കാമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ രഞ്ജൻ അത് ഉറപ്പും പറഞ്ഞിട്ട് രഞ്ജൻ പോയിട്ട് നാരായണിയെ അടുക്കളയുടെ സൈഡിൽ പോയി വിളിക്കുകയാണ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ചെന്നിലാപുരത്തേക്ക് പോകാനാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോകാനോ എൻ്റെ വീട്ടിൽ പോകാനോ ആണോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമല്ല, നമുക്ക് രജിസ്റ്റർ ചെയ്യാനോ എന്നുള്ള വിവരമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഭാരതി വരികയാണ്. അപ്പോൾ എന്താ നിങ്ങൾ തമ്മിലൊരു സ്വകാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു, അതിനെത്ര ചോദിക്കേണ്ട ആവശ്യം എന്താ, നിൻ്റെ ഭാര്യയല്ലേ, നിനക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ, അതിനൊരു പ്രശ്നവുമില്ല മോളെ, നീ എത്ര പെട്ടെന്ന് തന്നെ പൊക്കോ, പിന്നെ നിൻ്റെ വീട്ടിലേക്ക് എങ്ങനെയാണോ പോകുന്നത് രഞ്ജാന്ന് ചോദിക്കുമ്പോൾ, അല്ല അങ്ങനെയല്ല എന്ന് പറയുകയാണ്. എന്താ അത് പറഞ്ഞപ്പോൾ ഒരു വിഷമം, ഞാനൊരിക്കൽ നിൻ്റെ വീട്ടിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു, അത് തൽക്കാലം ഇപ്പോൾ വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമാണ്, ഇപ്പോഴും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. ശേഷം എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞ് അവർ വിടുകയാണ്. കാര്യങ്ങളെല്ലാം തന്നെ ബാലഗോപാലനമ്മാവനോട് പറയുകയാണ്, ഇന്ന് എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും, അവളിങ്ങനെ പോവുകയാണെന്ന് പറയുമ്പോൾ, അവൾ പോകുന്നതൊക്കെ ശരി, അവൻ്റെ രഞ്ജൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ പുറകെ അനൂപം കൂടി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവരവിടെ ഒരുമിച്ച് കഴിയാൻ ഇടവരരുത്, നമ്മൾ ഇതുവരെ നമ്മൾ ജയിച്ച് നിൽക്കുന്നത് അതിൽ മാത്രമാണ്, അവർ ഒരുമിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു ആശ്വാസം, അതാ സ്വാമി പ്രത്യേകം പറഞ്ഞു. ഇപ്പോൾ ആ ചരടിൻ്റെ സ്വാധീനത്തിൽ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കി വെക്കില്ല, ഇനി ഇങ്ങനൊരു പ്രശ്നം, അതായത് അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചാൽ കിട്ടുകയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നീ പോയി അനൂപ് പുറകെ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് ഭാരതിയെ വിടുന്നു. ഭാരതി പുറകെ പോയി നോക്കുമ്പോൾ അനൂപ് പെട്ടെന്ന് പോവുകയാണ്. അനൂപിനെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ്. വിവരം ബാലഗോപാലനമ്മാവനോട് ഭാരതി അറിയിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് അവരെല്ലാവരും കൂടി രഞ്ജനും ഗിരിയും അനൂപും നാരായണിയും അമ്പലത്തിലെത്തുന്നതാണ്. അവിടെ മാമയും ഒപ്പമുണ്ട്, അവരെല്ലാവരും കൂടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നതാണ്, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് പറയുന്നു. അവിടെ എല്ലാത്തിനും ദൃക്സാക്ഷിയായിട്ട് ബാലഗോപാലനമ്മാവനെ സഹായിക്കുന്ന ആ നാട്ടിലെ ആ പരദൂഷകൻ അതെല്ലാം കാണാനിടയാകുകയാണ്.